തീർച്ചയായും DNA പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൽഫ് നമ്മോടൊപ്പം ചേരുകയാണ്. അതായത് മനാഫിന്റെ സഹോദരനാണ്, ലോറി ഉടമ മനാഫിന്റെ സഹോദരനാണ്. അദ്ദേഹം കൂടി ആ സമയത്തുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ സമയത്ത് ഈ അസ്ഥി ലഭിച്ചത്? നമ്മളെ MLA സതീഷ് ശൈലി പേഴ്സണലി വിളിച്ചതായിരുന്നു. പോയപ്പോൾ സംഗതി ഇത് ഒരു എല്ലിന്റെ കഷ്ണം കണ്ടിട്ടുണ്ട്. നമുക്കത് മനുഷ്യന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. മനുഷ്യന്റേതാണെന്നാണ് നമ്മൾ കണ്ടിട്ട് കൈയിന്റെ മുട്ടിന് താഴെയുള്ള ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും അത് നല്ല പൊട്ടിത്തായിട്ടുണ്ട്, ഉള്ളിലൊന്നുമില്ല. നമ്മുടെ ഇന്ദ്രപാൽ അദ്ദേഹം അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമാണിത്. അത് മാത്രമല്ല ലോറി ഉണ്ട് എന്ന് നമ്മൾ ആദ്യം സ്ഥിരീകരിച്ച ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മുടെ അർജുന്റേതാകും എന്ന ഒരു അതെ എന്തായാലും അർജുന്റേതാവട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥന. എന്തായാലും ആ ഭാഗത്ത് തന്നെ കിട്ടിയത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലാണ്. അതെ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലാണ് അത് കണ്ടത്. അതൊരു കുറച്ച് മുന്നേ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളേതായാലും അരമണിക്കൂറായിട്ടേ ഉള്ളൂ അത് കണ്ടിട്ട്. എന്തായാലും അത് ഫോറൻസിക് ഇതിന് അയച്ചിട്ടുണ്ട്. DNA ഒക്കെ കൊണ്ടുവരുന്നത് അഭിജിത്തിന്റെ DNA പരിശോധന ഫലം ഇവിടെ ഉണ്ട്. അത് മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് അർജുന്റെ ആ ഉത്തരം നമുക്ക് ലഭിക്കും. അതെ അർജുന്റെ മുന്നേ ഒരു 2 മാസം മുന്നേ കൊടുത്തതാണ്. ഇപ്പൊ അത് രണ്ടാമത് വേണമെങ്കിൽ ഇപ്പൊ പുള്ളി ഇവിടെ ഉണ്ട്. അർജുന്റെ പെങ്ങളും ഉണ്ട്, അനിയനുണ്ടല്ലോ. MLA നമുക്ക് എപ്പോഴത്തേക്ക് ഇത് കൃത്യമായി സ്ഥിരീകരണം ഉണ്ടാവുന്നതാണ് നിന്നോട് പറഞ്ഞത്? 2 ദിവസം കൊണ്ട് അങ്ങനെ പറഞ്ഞത്. നമുക്ക് അത് കണ്ടിട്ട് മനുഷ്യന്റേതാണെന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് 90% അങ്ങനെ തോന്നുന്നത്. കൈന്റെ ഭാഗത്തുള്ള എല്ല് പോലെ തോന്നുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ആ വിവരം. അത് മനുഷ്യന്റേത് തന്നെ എന്ന തരത്തിലാണ് നമുക്ക് വരുന്ന വാർത്തകളൊക്കെ.